എല്ലാവർക്കും യൂണിക്കോൺ എജു സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിൻ്റെ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്കറിയാം നെക്സ്റ്റ് വീക്കാണ് നമ്മുടെ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിൻ്റെ എക്സാം. രണ്ടാമത്തെ എക്സാമാണ് കേരള PSC നടത്തുന്നത്. സോ അതിൽ നമുക്ക് ഓൾറെഡി പഴയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മുടെ യൂണിക്കോൺ എജു സീരീസ് എന്നുള്ള ചാനലിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ഡിസ്കഷനും. ആദ്യം അതിൻ്റെ കൂട്ടത്തിൽ ആദ്യം നോക്കേണ്ട സിലബസും കൂടിയാണ്. സിലബസിൽ ഓൾമോസ്റ്റ് MSൽ പറഞ്ഞിട്ടുള്ള ഏകദേശം എല്ലാ പോർഷൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് സിലബസിലുള്ളത്. PG ലെവൽ സിലബസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. PG ലെവൽ അഡ്വാൻസ്ഡ് സിലബസ് നോക്കുന്നതിനേക്കാളും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. വളരെ ബേസിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PG ലെവൽ ക്വസ്റ്റ്യൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള PSC ക്വസ്റ്റ്യൻസ് അല്ല ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു സമയമാകുമ്പോഴേക്കും പ്രിപ്പറേഷൻസ് ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ എന്നതിലുപരി കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉള്ള രീതിയിലാണ് പോയിട്ടുള്ളത്. ഡിസ്കഷൻ ഈ സമയത്ത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ജസ്റ്റ് കുറേ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യുന്ന പോലെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. ജസ്റ്റ് ക്വസ്റ്റ്യനും ആൻസറും ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാവരും ഒരു പേനയായിട്ട് പേപ്പറുമായിട്ട് റെഡി ആയിട്ടിരിക്കുക. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആൻസർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ചെയ്യേണ്ട കാര്യം അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ളതുണ്ടെങ്കിൽ റെഫർ ചെയ്യാനുള്ളതുണ്ടെങ്കിൽ റെഫർ ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ പോയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ പറയുന്നതായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ 2 സെറ്റായിട്ടാണ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. 10 ക്വസ്റ്റ്യൻസ് ഉള്ള ഫസ്റ്റ് സെറ്റ്, അതേപോലെ 10 ക്വസ്റ്റ്യൻസ് ഉള്ള രണ്ടാമത്തെ സെറ്റ്. അപ്പോൾ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻസ് ആദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വേണം അടുത്ത സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുവരെ പ്രിപ്പറേഷൻ ഒന്നും തുടങ്ങാത്തവർക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം. നമുക്ക് മൊത്തം ഈ സബ്ജക്റ്റ് കവർ ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു ആവറേജ് ലെവലിൽ നമുക്ക് ഒന്ന് ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത് അണ്ടർ എ സെൻട്രൽ ഫോഴ്സ് F(r) ദ ആംഗുലർ മൊമെൻറ്റം ഈസ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 4 ഓപ്ഷൻസാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ മോഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് പീരിയോഡിക് ഇഫ്. പീരിയോഡിക് ആവണമെങ്കിൽ എന്തായിരിക്കും സിമ്പിൾ പെൻഡുലത്തിൻ്റെ കണ്ടീഷനായിട്ട് വരും. ഇത് രണ്ടും വളരെ സിമ്പിളായിട്ടുള്ള BSc ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. PG ലെവലിലേക്ക് എത്തിയിട്ടില്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ ആൻസർ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സെൻട്രൽ ഫോഴ്സ് മോഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത് സെൻട്രൽ ഫോഴ്സ് മോഷൻ്റെ പ്രോപ്പർട്ടീസാണ്. 3 പ്രോപ്പർട്ടീസാണുള്ളത്. അതിലൊന്ന് നമ്മുടെ സെൻട്രൽ ഫോഴ്സ് മോഷൻ ഒരു പ്ലെയിനിലാണ് മീൻസ് കൺഫൈൻഡ് ഇൻ എ പ്ലെയിൻ എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻ്റ്. സെൻട്രൽ ഫോഴ്സ് മോഷൻ കൺഫൈൻഡ് ഇൻ എ പ്ലെയിൻ. രണ്ടാമത്തത് അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ ആൻസർ ഒന്നാമത്തതാണ്. ആംഗുലർ മൊമെൻറ്റം L എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അത് വേണമെങ്കിൽ നമുക്ക് ടോർക്കിൻ്റെ രൂപത്തിലോ മറ്റും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ R×F എന്നുള്ള രീതിയിൽ ടോർക്ക് എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് ഓർത്ത് വെക്കാവുന്നതാണ്. അതേപോലെ ടോർക്ക് ചേഞ്ച് ഇൻ ആംഗുലർ മൊമെൻറ്റമാണ്, dL/dt ആണ്. ആ ഒരു കാര്യമൊക്കെ ഈ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ട് ഓർത്ത് വെക്കാവുന്നതാണ്. നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടി ഓഫ് സെൻട്രൽ ഫോഴ്സ് മോഷൻ എന്ന് പറയുന്നത് ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ്. അത് കെപ്ലേഴ്സ് ലോയിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതും അതേപോലെ നമ്മുടെ കെപ്ലേഴ്സിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലോ ഒക്കെ ജസ്റ്റ് ഒന്ന് ഈ ഒരു ടൈമിൽ ഒന്ന് റിമെമ്പർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ മോഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഈസ് പീരിയോഡിക് ഇഫ്. ഇത് പീരിയോഡിക് ആണെങ്കിൽ ഓപ്ഷൻസ് എല്ലാം വായിച്ചു നോക്കുക. ഓപ്ഷൻസിൽ നമുക്ക് തെറ്റായ ആൻസേഴ്സ് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ ആൻസർ ദ ആംപ്ലിറ്റ്യൂഡ് ഈസ് വെരി സ്മോൾ എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരും.
ഇതുപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യം ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എഴുതി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സോളിഡ് സ്ഫിയർ അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ ഈസ്. സോളിഡ് സ്ഫിയർ ആണ് ചോദിച്ചിട്ടുള്ളത്. സ്ഫിയർ ആകുമ്പം കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഓർത്ത് നോക്കുക. അതേപോലെ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ എ സിസ്റ്റം വിത്ത് 2 degrees ഓഫ് ഫ്രീഡം ദ നമ്പർ ഓഫ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് നീഡഡ് ഈസ്. 2 degrees ഓഫ് ഫ്രീഡം ആണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിൻ്റെ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ലെറ്റ്സ് കം ടു ദ ആൻസർ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് സ്ഫിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആണ്. അത് ഡയറക്റ്റായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അത് 2/5 mr² എന്നാണ്. സപ്പോസ് പോയിൻ്റ് മാസൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ mr² എന്നാണ്, I = mr² എന്നാണ് വരിക. അതേപോലെ ഹോളോ സ്ഫിയർ ആണെങ്കിൽ 2/3 mr² ആണ്. ഇത് നമ്മൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും, അതായത് മെമ്മറൈസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഹോളോ സ്ഫിയറും സോളിഡ് സ്ഫിയറും ഒരുമിച്ച് പഠിക്കുക. അതേപോലെ റോഡിൻ്റെത് കുറച്ച് ഡിഫറെൻ്റ്, ml²/12 ആണ്, ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതേപോലെ സിലിണ്ടർ വരുന്നത് mr²/2 ആണ്. അതും ഈ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ എഴുതി വെക്കുക, പഠിച്ച് മീൻസ് ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ആണെങ്കിൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എത്രയായിരിക്കുന്നു. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. 2 degrees ഓഫ് ഫ്രീഡം ആണെങ്കിൽ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സും 2 തന്നെയായിരിക്കും. ഓക്കെ, അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കൺസ്ട്രെയിൻസും ഹോളോണോമിക് കൺസ്ട്രെയിൻസും അതിലേക്ക് എക്സാമ്പിൾസും ഒരേപോലെ നോക്കുന്നതും നോൺ ഹോളോണോമിക് ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതും നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലഗ്രാഞ്ചിയൻ ഫോർ എ ഫ്രീ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ്. ലഗ്രാഞ്ചിയനാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർ എ പാർട്ടിക്കിൾ ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ദ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ്. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഇതുപോലുള്ള ഡയറക്ഷനും കാര്യങ്ങളും നോട്ട് ചെയ്യാതെ പോകാറുണ്ട് പലരും. അങ്ങനെയുള്ളവർ ഇതൊക്കെ നോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ റിമൈൻഡറായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഹോപ്പ് യു ഓൾ ഫിനിഷ് ദ ക്വസ്റ്റ്യൻസ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലഗ്രാഞ്ചിയനാണ് ചോദിച്ചിട്ടുള്ളത്. ലഗ്രാഞ്ചിയൻ നമുക്കറിയാം, L = T - B, കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജിയാണ് വരിക. ഇവിടെ ഫ്രീ പാർട്ടിക്കിളാണ്, ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. സോ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. സോ ½ mv² കൈനറ്റിക് എനർജിയാണ് ഇതിൻ്റെ ലഗ്രാഞ്ചിയനായിട്ട് വരിക. ആൻസർ 2 ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലാർ മോഷനിലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും. സോ നമ്മൾ ഇതിൽ ഓർക്കേണ്ടത്, നമ്മൾ സർക്കുലാർ മോഷനിലുള്ള പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷനും ഫോഴ്സും ടുവാർഡ്സ് സെൻറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റഡ് ടുവാർഡ്സ് സെൻറ്റർ ആയിരിക്കും. അതേപോലെ വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ടാൻജൻറ്റ് പോലെയായിരിക്കും ഉണ്ടാവുക. ഈ ഒരു കാര്യം വെലോസിറ്റിയുടെ ഡയറക്ഷനൊക്കെ ഓർക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ജസ്റ്റ് നമ്മുടെ നൈഫൊക്കെ ഉണ്ടല്ലോ, കത്തിയൊക്കെ ജസ്റ്റ് അതിന് മൂർച്ച കൂട്ടുന്ന ഒരു സാധനമുണ്ട്. ഇങ്ങനെ ചവിട്ടിയിട്ട് അതിനിങ്ങനെ എന്താ പറയുക, അതിനിങ്ങനെ ഒരു സ്പാർക്ക് കാണും. ആ ചവിട്ടിയിട്ട് അതിങ്ങനെ അതിൻ്റെ മൂർച്ച കൂട്ടുന്ന സമയത്ത് ആ ഒരു സ്പാർക്ക് കാണും അതിന്. ആ സ്പാർക്കിൻ്റെ ഡയറക്ഷൻ വെലോസിറ്റിയുടെ ഡയറക്ഷനാണ്. അത് ആ ഒരു സിമ്പിൾ വേണമെങ്കിൽ ഓർക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7th ക്വസ്റ്റ്യൻ ആണ്. ദ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് ഈസ് അപ്രോക്സിമേറ്റ്ലി. എസ്കേപ്പ് വെലോസിറ്റി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഓർബിറ്റ് എർത്ത് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ്. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ ഈ 2 ക്വസ്റ്റ്യനിൽ നിന്നും ജസ്റ്റ് ഒരു മെമ്മറി എന്നുള്ള രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് രണ്ടും. ഓക്കെ, ഇതിൽ കൂടുതൽ എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻസൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ ഡയറക്റ്റ് ആൻസറിലിട്ട് പോവുകയാണ്. 7th ക്വസ്റ്റ്യൻ്റെ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് എന്ന് പറയുന്നത് 11.2 km/s ആണ്. ജസ്റ്റ് ഇക്വേഷൻ പഠിക്കുന്ന വാല്യൂ പഠിക്കുന്ന സമയത്ത് വിത്ത് യൂണിറ്റോടെ പഠിക്കുക.
11.2 km/s. കുറച്ച് അത്ര പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ വാല്യൂസ് 11.2 എന്ന് മാത്രം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ m/s എന്നുള്ളൊരു ഓപ്ഷൻ ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവുന്നതാണ്. സോ 11.2 km/s. ഓക്കെ, നെക്സ്റ്റ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഓർബിറ്റിൻ്റെ ആൾട്ടിറ്റ്യൂഡാണ് ചോദിച്ചിട്ടുള്ളത്. അത് 35,786 km ആണ്. സോ അതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Then we are going to the next question. Kepler's second law states that. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ ഫോഴ്സ് മോഷൻ ജസ്റ്റ് പഠിക്കുന്ന സമയത്ത് കെപ്ലേഴ്സിൻ്റെ ലോസും കൂടി ഓർത്ത് വെക്കണം. 3 ലോസാണുള്ളത്. അതിൽ ഒന്നാമത്തതാണ് പ്ലാനറ്റ് മൂവ്സ് ഇൻ സർക്കുലർ ഓർബിറ്റ്സ് എന്ന് പറയുന്നത്. അതൊന്നാമത്തതാണ്. രണ്ടാമത്തത് പറഞ്ഞിട്ടുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഞാൻ ഡിസ്കസ് ചെയ്യാം ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഹാമിൽട്ടോണിയൻ ഓഫ് എ സിസ്റ്റം റെപ്രസെൻറ്റ്സ്. ഹാമിൽട്ടോണിയൻ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ചിട്ട് ആൻസർ എഴുതുക. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ കെപ്ലറിൻ്റെ സെക്കൻഡ് ലോ ചോദിച്ചിട്ടുള്ളത് ഈക്വൽ ഏരിയ ഓർ സെപ്റ്റ് ഇൻ ഈക്വൽ ടൈം ഇൻ്റർവൽ എന്നാണ്. ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ ലോ, കെപ്ലേഴ്സിൻ്റെ രണ്ടാമത്തെ ലോ ഉദ്ദേശിക്കുന്നത്. ഈക്വൽ ഏരിയാസ് ആർ സ്വെപ്റ്റ് ഇൻ ഈക്വൽ ടൈംസ്. അതേപോലെ കെപ്ലറിൻ്റെ തേർഡ് ലോ നമ്മുടെ ടൈം പീരീഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്വേഷൻസ് അതും കൂടി ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. എ ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ് എന്നുള്ളത്. സെമി മേജർ ആക്സിസ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ്, ടൈം പീരീഡിൻ്റെ ക്യൂബ് പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളതാണ്. എ ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ് എന്നുള്ള ഭാഗം കൂടി കെപ്ലറിൻ്റെ ലോ പഠിക്കുന്ന സമയത്ത് ഓർത്ത് വെക്കുക. ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് എനർജി, ടോട്ടൽ എനർജി ഓഫ് ദി സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. H is equal to എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടോട്ടൽ എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് സെറ്റ്. ഈ നെക്സ്റ്റ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കഴിഞ്ഞ സെറ്റിൽ ഏകദേശം അറ്റൻഡ് ചെയ്തതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നൊന്ന് നോക്കുക. ഏകദേശം ബിലോ 5 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലാത്തത് ജസ്റ്റ് ഓക്കെ ആണ്. ബിലോ 5 ഒക്കെ ആണെങ്കിൽ ഒന്ന് ഹാർഡായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ലാസ്റ്റ് ടൈമാണ്. ഓക്കെ, ദെൻ ഡയറക്റ്റ്ലി നമ്മൾ സെക്കൻഡ് സെറ്റിലേക്ക് പോവുകയാണ്. സെക്കൻഡ് സെറ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് ഓർബിറ്റ് ആർ വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് വി. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറ്റ്സ് ആക്സിലറേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. സർക്കുലർ പാത്ത് പോവുകയാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ ആക്സിലറേഷൻ എന്നുള്ളത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യനാണ്. നമ്മൾ നേരത്തെ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. അത് എർത്തിൻ്റെയാണ്. ഡയറക്റ്റ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ സർഫസ് ഓഫ് എ പ്ലാനറ്റ് ഓഫ് മാസ് എം ആൻഡ് റേഡിയസ് ആർ ഈസ് ഗിവൺ ബൈ. അതിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ ആൻസർ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം സെൻട്രിപെറ്റൽ ഫോഴ്സ് mv² ആണ്. സർക്കുലർ പാത്ത് കൂടി പോകുന്ന സമയത്ത് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും. അത് mv² ആണ്. നമുക്കറിയാം മാസിൻ്റെ ആക്സിലറേഷൻ എന്നുള്ള ടേം എടുത്തു കഴിഞ്ഞാൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് v² ആയിരിക്കും. അത് സെൻട്രിപെറ്റൽ ഫോഴ്സായിട്ട് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷനായിട്ട് v² എന്ന് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് √2gm/r ആണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഓർക്കാൻ പറ്റുന്നത് ക്യാപിറ്റൽ G വെച്ചിട്ടുള്ള ഇക്വേഷൻസ് കൂടാതെ സ്മോൾ g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെച്ചിട്ടും എസ്കേപ്പ് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അതായത് √2gr അതിൽ g എന്ന് പറയുന്നത് സ്മോൾ g ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതും എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ മൂവ്സ്. സെൻറ്റർ ഓഫ് മാസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. എ ബോഡി ഓഫ് മാസ് m ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് h. The work done by the gravity on it when it hits the ground is. വർക്ക് ഡൺ ആണ് ചോദിച്ചിട്ടുള്ളത്. When we come to the answer, center of mass of a system of particles moves along a straight line if no external force acts on the system. External force ഒന്നും ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ സ്ട്രെയിറ്റ് പാത്ത് കൂടി തന്നെ ആയിരിക്കും സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുക.
ഓക്കെ, അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് വർക്ക് ഡൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ഡ്രോപ്പ് ചെയ്യുന്നതാണ് ഒരു ബോഡി മാസുള്ള ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യുകയാണ് നമ്മൾ എന്ന ഹൈറ്റിലേക്ക്. എന്ന ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിനുണ്ടാവുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് അതിൻ്റെ ഫോഴ്സ് ഇൻറ്റു അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ മോഷൻ ആയതുകൊണ്ട് ഹൈറ്റാണ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് വരിക. സോ ഫോഴ്സ് എന്ന് പറയുന്നത് താഴോട്ട് വീഴുന്നതിലുള്ള ഫോഴ്സ് എപ്പോഴും അതിൻ്റെ വെയിറ്റ് ആയിരിക്കും മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എം ജി ഇൻറ്റു അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ MGH. ഇങ്ങനെയും ചെയ്യാം. വേണമെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഓൾവേസ് നമുക്കൊരു പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. ഒരു ബോഡി താഴോട്ട് വീഴുവാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി വരുന്നത് MGH ആണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ ബിറ്റ്വീൻ ടു പാർട്ടിക്കിൾസ്, താഴെ കൊടുത്തിരിക്കുന്ന കണ്ടീഷനിൽ ഏതൊക്കെയാണ് ഒരു ഇലാസ്റ്റിക് കൊളീഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ തിൻ റോഡ് ഓഫ് ലെങ്ത് L ആൻഡ് മാസ് M അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ലെങ്ത് ആൻഡ് പാസിംഗ് ത്രൂ ഇറ്റ്സ് സെൻറ്റർ. അതായത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെ ഡയറക്റ്റ് ഇക്വേഷൻ തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനും. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞതിൽ പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, കമ്മിങ് ടു ദ ആൻസർ. ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത് അതിൽ മൊമെൻറ്റ് ഓഫ് എനർജി കൺസേർവ്ഡ് ആയിരിക്കും. നമ്മൾ അങ്ങനെ തന്നെയാണ് ഇലാസ്റ്റിക് കൊളീഷൻ പഠിക്കുന്നത്. മൊമെൻറ്റ് ഓഫ് എനർജിയും കൺസേർവ്ഡ് ആയിട്ടുള്ള കൊളീഷനാണ് ഇലാസ്റ്റിക് കൊളീഷൻ. ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്, അതിൽ ഇതൊന്നും കൺസേർവ്ഡ് അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുടെ ഇക്വേഷൻ ആണ്. അത് തിൻ റോഡിൻ്റെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷനിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് mL²/12 ആണ്. അതാണ് റോഡിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പെൻഡുലം ഹാസ് എ ടൈം പീരിയഡ് ഓഫ് T ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. ഇഫ് ഇറ്റ് ഇസ് ടേക്കൺ ടു ദ മൂൺ വേർ ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് 1/6 ഓഫ് എർത്ത്, ദെൻ ഇറ്റ്സ് ടൈം പീരിയഡ് വിൽ. സോ ടൈം പീരീഡ് നമ്മൾ നേരത്തെ സിമ്പിൾ പെൻഡുലത്തിന് ചെയ്ത അതേ ഒരു പാറ്റേണിലാണ് വരുന്നത്. ടൈം പീരീഡ് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലഗ്രാഞ്ചിയൻ ഓഫ് എ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ്. ലഗ്രാഞ്ചിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അധികം തിങ്ക് ചെയ്യാതെ തന്നെ കിട്ടേണ്ടതാണ്. സോ കമ്മിങ് ടു ദ ആൻസർ, നമുക്കറിയാം ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് T ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് L/G എന്നാണ്. L എന്ന് പറയുന്നത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ അല്ലെങ്കിൽ പെൻഡുലത്തിൻ്റെ ലെങ്ത് ആണ്. അതിൽ G എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സോ എർത്തിലുണ്ടാകുന്ന സമയത്ത് ഉള്ളതല്ല, ഗ്രാവിറ്റിയേക്കാൾ 1/6 ആണ് വരും. അപ്പോൾ നമ്മൾ ആൻസറിൽ ജിയുടെ സ്ഥാനത്ത് G/6 എന്ന് കൊടുക്കണം. G/6 എന്ന് പറയുമ്പം ആ 6 ശരിക്കും മുകളിലേക്കാണ് പോവുക. സ്ക്വയർ റൂട്ടിൽ മുകളിലേക്ക് എല്ലിൻ്റെ സ്ഥാനത്താണ് മീൻസ് 6 ഉണ്ടാവുക, അതായത് സ്ക്വയർ റൂട്ടിനകത്ത്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് സ്ക്വയർ റൂട്ട് 6 എന്നാണ്. ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ എഴുതി ചെയ്തു നോക്കുക. ജിയുടെ സ്ഥാനത്ത് G/6 എന്ന് കൊടുക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ലഗ്രാഞ്ചിയൻ ഓഫ് എ സിസ്റ്റം ഇസ് L ഈസ് ഈക്വൽ ടു T-V. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഡിഫറൻസ് ആണ്. ഓപ്ഷൻ 3 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ ലാസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. നമ്മുടെ 9th ഉം 10th ഉം ക്വസ്റ്റ്യൻ സെറ്റ് 2-ലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ദ കണ്ടീഷൻ ഫോർ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഈസ്. അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ ഒരു റിലേഷൻ അറിയാമെങ്കിൽ 9ാമത്തെ ക്വസ്റ്റ്യൻസിന് ആൻസർ ഈസി ആയിട്ട് എഴുതാം. ഓക്കെ, ദെൻ 10th ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ളത് എന്താണ്, അതിലെന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്നുള്ളതൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, കമ്മിങ് ടു ദ ആൻസർ. ദ കണ്ടീഷൻ ഫോർ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഈസ് എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും റേഡിയസും തമ്മിലുള്ള റിലേഷനാണ്. ലീനിയർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു r⍵, റേഡിയസ് ഇൻറ്റു ആംഗുലർ വെലോസിറ്റി എന്നാണ് ഉള്ളത്. അത് നമ്മൾ കണ്ടീഷൻസാണ്, അത് നമുക്കറിയാവുന്നതാണ്. ആ കണ്ടീഷൻ തന്നെയാണ് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിൻ്റെ കണ്ടീഷൻ. ന്യൂട്ടൺസ് ലോസ് ആർ വാലിഡ് ഇൻ ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ന്യൂട്ടൺസ് ലോസ് വാലിഡ് ആയിട്ടുള്ളൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്.
സോ ഇതിൽ കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് നോൺ ഇനേഷ്യൽ ഫ്രെയിം. നോൺ ഇനേഷ്യൽ ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സൊക്കെ പഠിച്ചിട്ടുള്ളത്. അതേപോലെ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഇക്വേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കൊറിയോളിസ് ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ജസ്റ്റ് ഒന്ന് ഇക്വേഷൻസ് നോക്കുക. അതേപോലെ നോൺ ഇനേഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുമ്പോൾ റൊട്ടേഷണൽ ഫ്രെയിമൊക്കെ ഒരു നോൺ ഇനേഷ്യൽ ഫ്രെയിമാണ്. സോ എവിടെയൊക്കെയാണ് നമ്മൾ ഇനേഷ്യൽ ഫ്രെയിമും നോൺ ഇനേഷ്യൽ ഫ്രെയിമെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ ഒരു ഇനേഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്റ്റ് ഫ്രെയിമാണ്, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഫ്രെയിമിനെയാണ് നമ്മൾ ഇനേഷ്യൽ ഫ്രെയിം എന്ന് പറയാം. സപ്പോസ് വി ഹാവ് ആൻ ഇനീഷ്യൽ ഫ്രെയിം ആൻഡ് എസ് and another frame is there which is moving with a constant velocity with respect to the first rest frame, then we can say that the second frame is also inertial frame. ഓക്കെ, അങ്ങനെയുള്ള ചില കണ്ടീഷൻസൊക്കെ ഉണ്ട്. ചിലപ്പം ആ കണ്ടീഷൻസ് ആയിട്ടും വേണമെങ്കിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും ക്ലാസിക്കൽ മെക്കാനിക്സും ആയിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ജസ്റ്റ് നമ്മളൊരു എക്സ്പെക്റ്റേഷൻ പോലുള്ള ചെറിയ ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വളരെ ബേസിക് ആയിട്ട്, എന്നാൽ അത്ര എന്താ പറയുക ഡീപ്പായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പോവാതെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ പരീക്ഷയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ഇതുപോലുള്ള റിവിഷൻ നമ്മൾ ഓരോ സബ്ജക്റ്റുള്ളത് ഉടൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുക. അതേപോലെ പഴയ ക്വസ്റ്റ്യൻസും കുറേ വീഡിയോസ് സെറ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇതേപോലുള്ള എക്സാംസിന് വേണ്ടി നിങ്ങൾ കവർ ചെയ്യുന്നതിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് മീൻസ് നിങ്ങൾക്ക് പരിചയമാവും കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട്. അതൊക്കെ വീഡിയോയ്ക്ക് വാച്ച് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ സയൻറ്റിഫിക് ഓഫീസർ എക്സാമിന് ഹെൽപ്ഫുള്ളായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.